രേണുവിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് എടുക്കുന്നത്. പിന്നെ വീട് വെച്ച് കൊടുത്ത ഫിറോസിന്റെ ചോരുന്നുണ്ട്. അത് ഇങ്ങനെ ആ ചില്ലിട്ട ആ ഭാഗത്ത് നല്ലതായിട്ട് ചോർച്ചയുണ്ട്. മഴ പെയ്യുമ്പോ നന്നായിട്ട് ചോരുന്നുണ്ട്. അത് ക്ലിയർ ആക്കാൻ സുധി അവർക്ക് കിട്ടിയ വീടിനെ കുറിച്ച് പറയുന്നത് വീട് ചോരുന്നുണ്ട് എന്നുള്ളത് സത്യത്തിൽ അതൊരു പച്ചക്കള്ളമാണ്. ആ വീട് ചോരുന്നില്ല. അത് 100 200 എത്ര ശതമാനം വേണമെങ്കിലും നമുക്ക് ഉറപ്പോടുകൂടെ പറയാൻ കഴിയും. ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വളരെ നല്ല രീതിയിൽ ചെയ്തു കൊടുത്ത ഒരു വീടാണത്. ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ട് ഞങ്ങളത് പറയും, ഞങ്ങൾക്കിവിടെ വർക്ക് ഏരിയ ഇല്ല, അപ്പോൾ വർക്ക് ഏരിയ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവരോട് പറയും. അങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് അതിന്റെ നാണക്കേട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിലൊരു ഭീഷണിയുടെ സ്വരം ഉണ്ടാന്ന് വെച്ചാൽ ശബ്ദം കേട്ടല്ലോ, രേണു പറയുന്നതും കേട്ടല്ലോ. നല്ലൊരു വീട് നല്ല സ്ഥലത്താണ് പണിതിരിക്കുന്നത്. ആ വീട് ചോർന്നൊലിക്കാതെ തന്നെ ചോർന്നൊലിക്കുന്നു എന്ന് പറയുമ്പം ഫിറോസ് ഒരു ദിവസം അവിടെ പോകണം. ചോർന്നൊലിക്കുന്ന ഒന്ന് കാണണം ഫിറോസ്. അതാണ് എനിക്ക് ഫിറോസിനോട് പറയാനുള്ളത്. ഈ രേണു എന്തൊക്കെ മീഡിയയിൽ വന്നിട്ട് റീൽസായിട്ടും അല്ലാതെയും ഇടുന്നുണ്ടോ, ഇതൊക്കെ നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരും യൂട്യൂബേഴ്സായിട്ടുള്ള പലരും ഇതെല്ലാം പൊളിച്ചു കൊടുക്കാറുണ്ട്. ഇത് പൊളിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. അപ്പോൾ ആ വീട് ചോർന്നൊലിക്കുന്നു എന്ന് പറഞ്ഞതിനോട് ഇതിൽ ഈ വീടിൻ്റെ ഫോട്ടോ മാത്രമേ നമ്മളൊക്കെ കണ്ടിട്ടുള്ളൂ എങ്കിൽ പോലും നിങ്ങൾ പറയുന്നുണ്ടല്ലോ 100% അല്ല 200%. അപ്പോൾ അത് പറയണമെങ്കിൽ നിങ്ങൾ അത്രയും നന്നായിട്ടാണ് അത് പണിതിരിക്കുന്നതെന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാവില്ല. അത് ശ്രുതിയെ തുള്ളിച്ചുകൊണ്ടിരുന്നു കുറച്ച് കാലം. ഇപ്പോൾ ശ്രുതി പോയപ്പോൾ ഈ യൂട്യൂബേഴ്സിനെയും നാട്ടുകാരെയും പ്രേക്ഷകരെയും തുള്ളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വാളൂടെ വാങ്ങിച്ചു കൊടുക്കണം അവൾക്ക്, രേണുവിനെ. ചോർന്നൊലിക്കുന്ന വീടാണെങ്കിൽ എന്താ, ചോർന്നൊലിക്കുന്ന വീട്ടിൽ അമ്മ, അച്ഛൻ, എൻ്റെ ചേച്ചി എന്ന് പറയുന്ന വ്യക്തി, പിന്നെ അയാളുടെ ഭർത്താവ്, അവരുടെ മകള്, അവളുടെ 2 മക്കളോ മറ്റോ ഉണ്ടെന്നല്ലേ പറഞ്ഞേ. 2 1 ആ ഫാമിലി മൊത്തം ഇപ്പം അവിടെയാണല്ലോ, ചോർന്നൊലിക്കുന്നിടത്തിലാണല്ലോ താമസിക്കുന്നത്. ചോർന്നൊലിക്കുന്നതിൻ്റെ ഭാഗം 1 വീഡിയോ എടുത്ത് രേണു സോഷ്യൽ മീഡിയയിൽ ഇടണം. ഞങ്ങൾക്കൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ഉളുപ്പ് വേണം രേണു, കുറച്ചെങ്കിലും ഉളുപ്പ് വേണം. മനുഷ്യനായാൽ ഉളുപ്പില്ലാതായി പോകാൻ പാടില്ല കേട്ടോ. ആ അന്തസ്സില്ലാത്ത വർത്താനവും പറഞ്ഞിട്ട് വന്നിരിക്കണം. അക്കൊക്കെ വേറെ എന്താ പണിക്ക് പോയി കൂടെ പെണ്ണേ. ഒരു ബാഗ് തോളിൽ, ഒരു കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ. അതാ ഫോൺ പൊട്ടിക്കിടക്കുകയാണിതാ, എല്ലാവരും കണ്ടോളി. ഈ ഫോൺ പൊട്ടിയിരിക്കുകയാണ്. ഈ പൊട്ടിയ ഫോണിന് ഒരു ഫോണും കൂടെ ആരെങ്കിലും വാങ്ങിച്ചു കൊടുക്കണേ. കാശുള്ളവര് ആരെങ്കിലും രേണുവിനൊരു ഐഫോൺ വാങ്ങിക്കൊടുക്കുക. രേണുവിനെ വീഡിയോ എടുക്കാനും ഇതാക്കാനും. ഈ വീഡിയോ എടുത്ത് നടക്കുന്ന ക്യാമറയും തൂക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഫോണിനകത്ത് വീഡിയോ എടുത്ത് ഓരോരോ ചോദ്യങ്ങളും ചോദിച്ചുകൊണ്ട്. കഴിഞ്ഞ ദിവസം നവരസത്തില് ബീബൽസം ചോദിച്ച കൊരങ്ങനെ പുളിയുറുമ്പ് കടിച്ച പോലുള്ളൊരു നോട്ടം കണ്ടെക്കണം. ബീബൽസം, ബീബൽസാ അതെന്താ? നവരസങ്ങൾ അറിയേണ്ടതാണ് ഈ അഭിനയിക്കാൻ പോയിരിക്കുന്നത്. ഒരു കലാകാരിക്ക് നവരസങ്ങൾ അറിയണം കേട്ടോ. ഇതിനേക്കാൾ നന്നായിട്ട് ജഗതി സിനിമയ്ക്കകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു നവരസങ്ങൾ. ദേഷ്യം വരുന്നുണ്ട് അവളുടെ ഓരോരോ. 2 ദിവസം മുമ്പ് സുധിയുടെ മൂത്ത മകൻ രാഹുല് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതിനെ ചുറ്റിപ്പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ട്രോഫി കട്ടിലിനടിയിലിട്ടതും രേണുവിൻ്റെ ട്രോഫി മേശപ്പുറത്ത് വെച്ചതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. രേണു തന്നെ നമുക്കുള്ള കണ്ടന്റ് തന്നുകൊണ്ടിരിക്കുകയാണ്. രേണു ഇങ്ങനെ കണ്ടന്റ് തന്നുകൊണ്ടിരിക്കുമ്പം വീഡിയോ നമ്മൾ ചെയ്തുകൊണ്ടേ പോകും. രേണുവിനൊരു ബിഗ് താങ്ക്സ്. എന്തിനാണെന്നോ, കണ്ടന്റുകൾ തരുന്നതിന്. സുധിയുടെ മക്കൾക്ക് പണിത് കൊടുത്ത വീട് ചോർന്നൊലിക്കുകയാണ്. നല്ല ചോർച്ചയുണ്ട്, ഗ്ലാസ് ഇട്ടതിൻ്റെ അപ്പുറത്തു നിന്നും നല്ല ചോർച്ചയുണ്ട് എന്ന്. അങ്ങനെയാണെങ്കിൽ രേണുവിന് കിട്ടിയ വീട് തന്ന ആൾക്ക് തന്നെ, അതായത് പണിത് തന്ന ആൾക്ക് തന്നെ തിരിച്ചു കൊടുക്കാമോ എന്നാണ് എൻ്റെ ചോദ്യം. ഇങ്ങനെ ഓരോ കുറ്റങ്ങളല്ലാതെ നീ നല്ലത് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കുട്ടികൾക്ക് പുസ്തകം വാങ്ങാൻ പൈസയില്ല, ബാഗ് വാങ്ങണം, കുട വാങ്ങണം, അതിനൊന്നും പൈസ ഇല്ല എന്ന് പറഞ്ഞ് ഒരു പള്ളിയിൽ അച്ഛൻ വിളിച്ചിട്ട് അതെല്ലാം കൊടുത്തു. റദപ്പനെടുത്ത് കളിക്കാതിരിക്കാനാണ് കട്ടിലിനടിയിൽ വെച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരുന്നത്. അതും സത്യാവസ്ഥ ഇപ്പോൾ വെളിച്ചത്തായി. ഇതെല്ലാം കൂടെ പറഞ്ഞപ്പോൾ ഇന്നലെ അവൾ വന്നിട്ട് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഇരിക്കുന്ന ക്യാമറാമാൻമാരോട് ഞാനൊന്ന് ചോദിക്കുക. ഈ വിളിച്ച ക്യാമറാമാനും ഡയറക്ടറും പ്രൊഡ്യൂസറും ഒക്കെ ഉണ്ടാകുമല്ലോ,
നമ്മൾ ഈ പണി കുറച്ചു കാലം ചെയ്തതാണ്. അപ്പോൾ ഇതിന്റെ ഉത്തരവാദപ്പെട്ടവരൊക്കെ ആരൊക്കെയാണെന്ന് നമുക്കറിയാവുന്നതുകൊണ്ട് ചോദിക്കാം. എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഇത് റീലാക്കി ഇടാൻ വേണ്ടിയിട്ട് സുധീനെ അവിടെ പറമ്പ് നിങ്ങളത് കൊണ്ട് നടക്കുകയാണോ, അല്ലെങ്കിൽ നിങ്ങൾ ഷൂട്ടിന്റെ ഭാഗത്തിന് വേണ്ടിയിട്ട് വിളിച്ചതാണോ? ഏതാണോ ചെയ്യുന്നത് അതിന്റെ ഷൂട്ട് ചെയ്യൂ. അവളുടെ വീട്ടിലേ ഉണ്ടാവില്ല, ഉപ്പുണ്ടാവില്ല, മുളക് ഉണ്ടാവില്ല, ഇതൊക്കെ അവൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് വീഡിയോയിൽ പിടിച്ച് നടക്കുന്ന വീഡിയോഗ്രാഫറോടാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്കൊക്കെ വേറെ പണിയൊന്നും ഇല്ലെങ്കിൽ ഇടേ നീ പോയി ഇങ്ങനെ കുറച്ച് ജീരകം വാങ്ങി തൊലിച്ചിരിക്കേ. അതൊന്നും എൻ്റെ പണി. അല്ലാണ്ട് സുധിയുടെ മക്കൾക്ക് എന്ന് പറഞ്ഞിട്ട് പള്ളിയിലച്ഛൻ കുറച്ച് സ്ഥലം കൊടുക്കുന്നു, വീട് പണിയാൻ ഒരു ആള് മുന്നോട്ട് വരുന്നു. അവര് ഫിറോസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അവര് വീട് പണിത് കൊടുത്തിരിക്കുന്നു. നല്ല വീടാണ്. ഇന്നലെ വരെ അതിന് ചോർച്ചയില്ലായിരുന്നു കേട്ടോ. അവരുടെ വീട് ചോർന്നൊലിക്കുന്നുണ്ടെന്ന് ആരാ പറഞ്ഞേ? വീട് പണിത് തന്ന ഫിറോസ് എന്ന് പറഞ്ഞ ആള് പറഞ്ഞല്ലോ, 100% 200% വരെ ആ വീട് അത്രയും നല്ല ക്വാളിറ്റിയോട് കൂടിയാണ് അവർ ആ വീട് നിങ്ങൾക്ക് പണിത് തന്നത്. പിന്നെ എങ്ങനെയാണ് ആ വീട് ചോരുന്നത്? സുധി എങ്ങനെ സഹിച്ചു? എൻ്റെ സുധി എന്ന കലാകാരനെ ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ്. എനിക്കും എന്നെപ്പോലെ കലാകാരന്മാരായവർക്കും പരിപാടി കാണുന്ന കലാ ആസ്വാദകർക്കും സുധിയെ ഇഷ്ടമാണ്. സുധിയുടെ മൂത്ത മകനെയും ഇഷ്ടമാണ്. ഇനി മറ്റേത് കുഞ്ഞു മോൻ 5 വയസ്സല്ലേ ആയുള്ളൂ. അവനും സുധിയുടെ കിച്ചുവിനെ പോലെ നല്ല രീതിക്ക് നല്ല സ്വഭാവത്തോടു കൂടി വരുവാണെങ്കിൽ അവനെയും എല്ലാവരും ഇഷ്ടപ്പെടും. പക്ഷെ രേണു വീടും വൃത്തിയാക്കൂല, എല്ലാം വാരി വലിച്ചിട്ട് എല്ലാം കൂടെ ഒരു എന്താ പറയാ, ആ വീട് ചോർന്ന് ഒലിക്കണ സമയത്ത് നീ ഒരു കാര്യം ചെയ്യണോ, ഫിറോസിനെ വിളിക്ക്. ഫിറോസാണല്ലോ ഇപ്പം ചാനലിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞു. ഫിറോസിന്റെ വോയിസ് കേട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഫിറോസിന്റെ വോയിസ് ഇതിൽ തുടക്കത്തിൽ ഞാൻ ഇടുന്നുണ്ട്.